നമസ്കാരം. ഇന്ത്യയുടെ ആണവ ആക്രമണ അന്തർവാഹിനി പദ്ധതി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ ചലനാത്മകതയെ പുനർനിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സുപ്രധാന വികസനം തന്നെയാണ്. ഇന്ത്യയുടെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനും തന്ത്രപരമായ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുമായി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ ആണവ ആക്രമണ അന്തർവാഹിനി പദ്ധതികളുടെ പശ്ചാത്തലവും പരിണാമവും പരിശോധിക്കുകയാണെങ്കിൽ ആണവ ആക്രമണ അന്തർവാഹിനി പദ്ധതിക്ക് അടിത്തറപ്പാക്കിയ ഇന്ത്യൻ നാവികസേനയുടെ അഡ്വാൻസ് ടെക്നോളജി വെസൽ ATV പദ്ധതി 90കളിൽ രൂപം പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് അറ്റാക്ക് അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യുന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നിരുന്നാലും 98ൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം ആദ്യം ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് പൂർത്തിയാക്കാൻ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ രൂപകൽപ്പനയിലേക്ക് പദ്ധതി വീണ്ടും വിന്യസിച്ചു. ആണവ അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കുന്നതിൽ പരിചയം നേടുന്നതിനായി 2015 ഒരു റഷ്യൻ അക്കുല 2 ക്ലാസ് കപ്പലിന്റെ 10 വർഷത്തേക്കുള്ള പാട്ടത്തിന് ഇന്ത്യ ചർച്ച നടത്തി. തദ്ദേശീയമായ ആണവ അന്തർവാഹിനി ശേഷി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ പാട്ടക്കരാർ. സമുദ്രാധിഷ്ഠിത തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഇന്ത്യയുടെ പിന്തുടരൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ അതിന്റെ മൊത്തത്തിലുള്ള ആണവ നയത്തിന്റെ ഭാഗമായി കടലടിസ്ഥാനമാക്കിയുള്ള തന്ത്രപരമായ പ്രതിരോധം പിന്തുടരുകയുമാണ്. സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധത്തിന്റെ വികസനം പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയും ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാൽ നയിക്കപ്പെടുന്നു. അതേപോലെ തന്നെ തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ കടൽ അധിഷ്ഠിത പ്രതിരോധം പിന്തുടരുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനയ്ക്കെതിരായ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഇന്ത്യ ശ്രദ്ധാലുവാണ്. ഈ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് സമുദ്രാധിഷ്ഠിത പ്രതിരോധത്തിന്റെ വികസനം കാണുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും കടലടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധം പിന്തുടരുന്നത് ദക്ഷിണേഷ്യയിലെ തന്ത്രപരമായ സ്ഥിരതയ്ക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും പറയുന്നുണ്ട്. കടലിൽ ഉത്തരവാദിത്തമുള്ള പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതും അപ്രതീക്ഷിതമായ വർധനവിന്റെ സാധ്യത കുറയ്ക്കുന്നതുമായ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കേണ്ടത് പ്രധാനമാണ്. സമുദ്രാധിഷ്ഠിത ആണവ ആസ്തികളുടെ അതിമോഹമോ നിരുത്തരവാദപരമോ ആയ ഉപയോഗം മേഖലയിലെ സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രതിസന്ധി സ്ഥിരതാ സംവിധാനങ്ങളുടെ വികസനം നിർണായകമാണ്. ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രാധാന്യം തന്നെയാണ്. സമുദ്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധം ഇന്ത്യ പിന്തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വലിയ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. ഈ അന്തർവാഹിനികൾ ഇന്ത്യയുടെ മാരിടൈം പവർ പ്രൊജക്ഷൻ കഴിവുകൾ വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും എതിരാളികൾക്കെതിരെ തന്ത്രപരമായ പ്രതിരോധം നൽകുകയും ചെയ്യും എന്നത് ഉറപ്പാണ്. ചൈനയുടെ നാവികസേനയുടെ വർദ്ധിച്ചുവരുന്ന ശക്തി ഉൾപ്പെടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ നാവിക മികവ് വികസിപ്പിക്കുവാനും അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനുമുള്ള ഇന്ത്യയുടെ ഉദ്ദേശവും ഈ പരിപാടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആണവ ആക്രമണ അന്തർവാഹിനി പരിപാടി ഇന്ത്യയുടെ സമുദ്രശക്തിയും തന്ത്രപരമായ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ്. ഈ അന്തർവാഹിനികളുടെ വികസനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ ചലനാത്മകതയെ പുനർനിർമ്മിക്കുമെന്നും നാവിക മേധാവിത്വം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.